ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചത്? ഒരു രാത്രി കൊണ്ട് എങ്ങനെ ഞാൻ 7 മാസം പ്രഗ്നന്റ് ആയെന്ന് നിങ്ങൾക്കറിയോ? എനിക്കെല്ലാം അറിയാം. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതല്ല. നീ റെഡിയാണെങ്കിൽ എന്നെ വിളിക്കേ. ശാന്തമായി ചിന്തിക്കേ. തീരുമാനം നിന്റേതാ. നിനക്ക് നേരിട്ട എല്ലാ അനീതിക്കും ഞാൻ പ്രതികാരം ചെയ്യും. നിനക്ക് നിന്റെ അവകാശം നേടിത്തരാം. നിന്റെ സ്വന്തം മിസ്റ്റർ ഷാഡോ. ഈ മിസ്റ്റർ ഷാഡോ ആരാണ്? ഇന്നലെ സംഭവിച്ചതൊന്നും എന്താ എനിക്ക് ഓർമ്മയില്ലാത്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ഹലോ അന്തര, 5 ലക്ഷം രൂപ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ വളരെ പെട്ടെന്ന് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് കൂടുതൽ പണം ഇടും. മിസ്റ്റർ ഷാഡോ, നിങ്ങൾ ആരായാലും എന്നെക്കുറിച്ച് 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ. ഒന്നാമത്, ഇന്നലെ ഞാൻ മദ്യലഹരിയിലായിരുന്നു. നമ്മുടെ ഇടയിൽ എന്ത് സംഭവിച്ചാലും അതൊരു തെറ്റാണ്. രണ്ടാമത്, എനിക്ക് പണമില്ലെങ്കിലും എന്റെ മനസാക്ഷി മരിച്ചിട്ടില്ല. എന്നെ സഹായിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് നന്ദി. പക്ഷെ എനിക്ക് നിങ്ങളുടെ പണം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നീ നന്നായി ചിന്തിക്കണം. എന്തിനാ ഇത്ര പെട്ടെന്ന് നീ തീരുമാനമെടുക്കുന്നത്? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചിന്തിച്ചിട്ടാണെങ്കിൽ എങ്ങനെ നീ എന്നെ റിജക്റ്റ് ചെയ്യുന്നു? എന്തിനാ ഇത്ര ആവേശം? ഞാനൊരു കാര്യം പറയാം. നിനക്ക് എന്നെ അറിയുന്നതിനേക്കാൾ എനിക്ക് നിന്നെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളുടെ പണം വേണ്ട. ഇത്രയും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. അതേസമയം ഫോൺ വീണ്ടും മുഴങ്ങി. പക്ഷേ ഇതൊരു ലാൻഡ് ലൈൻ നമ്പറായിരുന്നു. അന്തര കോൾ അറ്റൻഡ് ചെയ്തു. മിസ്സസ് അന്തര, നിങ്ങളുടെ അങ്കിളിനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. പ്ലീസ് ഉടൻ ഹോസ്പിറ്റലിലേക്ക് വരൂ. ഇത് കേട്ടപ്പോൾ അന്തരയുടെ കണ്ണുകൾ വലുതായി. ഒരു ഓട്ടോറിക്ഷ ലൈഫ് കെയർ ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ മുന്നിലെത്തി. അന്തര അയാൾക്ക് പൈസ കൊടുത്ത് ഓടി ഹോസ്പിറ്റലിലേക്ക് കയറി. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, മുകുന്ദ് ബൻസാൽ എന്റെ അങ്കിളാണ്. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? അവര് രാവിലെ ചെക്കപ്പിന് വന്നതായിരുന്നു. അതിനിടെ ഒരു കോള് വന്നു. അതിനുശേഷം പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കുറഞ്ഞു. ഇപ്പൊ ICUല. ഡോക്ടർ പരിശോധിക്കുക. ഇത് കേട്ടപ്പോൾ അന്തരയ്ക്ക് ഭയം തോന്നി. മുകുന്ദ് ബൻസൽ ഗായത്രിയുടെ അച്ഛനും അന്തരയുടെ അമ്മയുടെ ആങ്ങളെയുമായിരുന്നു. അയാൾക്ക് ഇതിനു മുമ്പും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അവൾക്ക് അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം കൊടുത്തത് അയാളായിരുന്നു. അന്തരയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അപ്പോഴേക്കും ICU ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ഞാൻ അന്തര. മുകുന്ദ് ബൻസാൽ എന്റെ അങ്കിളാണ്. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നോക്ക്, അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാ. ഉടൻ ഓപ്പറേഷൻ ചെയ്യണം. ഇനി കാത്തിരിക്കാൻ പറ്റില്ല നമുക്ക്. വേഗം 3 ലക്ഷം രൂപ ഡെപ്പോസിറ്റേ. എന്നാൽ മാത്രമേ ഓപ്പറേഷൻ തുടങ്ങാൻ സാധിക്കൂ. ഡോക്ടർ, നിങ്ങൾ ഓപ്പറേഷൻ തുടങ്ങൂ. ഞാൻ പണം അറേഞ്ച് ചെയ്യാം. സോറി അന്തര, അഡ്വാൻസ് ഇല്ലാതെ ഓപ്പറേഷൻ തുടങ്ങാൻ പറ്റില്ല. അത് ഹോസ്പിറ്റൽ പോളിസിക്ക് എതിരാ. അവളുടെ കയ്യിൽ അത്രയും പണമില്ലായിരുന്നു. അതുകൊണ്ട് സ്വന്തം ആത്മാഭിമാനം പോലും മറന്ന് അവൾ രുദ്രയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ രുദ്ര. എന്താ കാര്യം? ഇന്ന് രാവിലെ നീ എന്റെ കോള് കട്ട് ചെയ്തപ്പോ ഇനി ഒരിക്കലും നീ എന്നോട് സംസാരിക്കില്ലെന്നാ ഞാൻ കരുതിയേ. ഓ, മനസ്സിലായി. ഇപ്പൊ എന്നെക്കാൾ കൂടുതൽ ഈ ഡിവോഴ്സിന് തിടുക്കം നിനക്കാണെന്ന് തോന്നുന്നു. രുദ്രയുടെ പരിഹാസങ്ങൾ അവഗണിച്ച് അന്തര പറഞ്ഞു. രുദ്ര, എനിക്ക് 3 ലക്ഷം രൂപ തരാമോ? നിന്റെ ആർത്തിക്ക് ഒരു പരിധിയില്ലല്ലോ. ഇന്നലെ ഞാൻ നിനക്കൊരു ചെക്ക് തന്നു. ഇന്ന് വീണ്ടും നീ പണം ചോദിക്കാം. ഇന്നലെ നീ പണത്തിന് വേണ്ടി എന്നെ വിവാഹം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ വലിയ സതി സാവിത്രിയായിട്ട് അഭിനയിക്കായിരുന്നല്ലോ. അത് മുഴുവൻ നാടകമായിരുന്നല്ലേ? രുദ്ര, പ്ലീസ് മനസ്സിലാക്ക്. ഞാൻ നിന്നോട് അപേക്ഷിക്കുക. ഇപ്രാവശ്യം എന്നെ ഒന്ന് സഹായിക്ക്. മിസ്സസ് അഹൂജ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ചെയ്യ്. പേഷ്യന്റിന് സമയം വളരെ കുറവാ. രുദ്ര, ഇനി ഒരിക്കലും ഞാൻ നിന്നോടൊന്നും ചോദിക്കില്ല. പ്ലീസ് 3 ലക്ഷം രൂപ തരൂ. മതി, ഈ ഡ്രാമയൊന്ന് നിർത്ത്. രുദ്ര എവിടെ? അവന് ഫോൺ കൊടുക്ക്. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. അവൻ തന്നെയാണ് ഫോൺ എനിക്ക് തന്നത്. ഡിവോഴ്സ് സംബന്ധിച്ച കാര്യങ്ങൾ ഒഴികെ മറ്റൊന്നും നിന്നോട് സംസാരിക്കാനില്ലെന്ന് പറഞ്ഞു. എന്താ നടക്കുന്നതെന്ന് നിനക്കറിയാമോ?
അങ്കിൾ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റിലേക്ക് പണം വേണം, അതല്ലേ? ദയവായി രുദ്രനോട് 3 ലക്ഷം രൂപ തരാൻ പറയൂ. എല്ലാ കടങ്ങളും ഞാൻ പതിയെ തിരിച്ചു തരാമെന്ന് ഞാൻ വാക്ക് തരാം. ശ്രദ്ധിച്ചു കേട്ടോ, രുദ്ര നിനക്ക് പണം തരാൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ തന്നെ നിന്റെ അങ്കിളിനെ, അതായത് എന്റെ പ്രിയപ്പെട്ട അച്ഛനെ വിളിച്ചു പറഞ്ഞതാ നീ മറ്റൊരു പുരുഷനൊപ്പം ആയിരുന്നുവെന്ന്. അത് കേട്ടതും അവര് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. ഇത് പറഞ്ഞ് ഗായത്രി നാണമില്ലാതെ ചിരിച്ച് കോൾ കട്ട് ചെയ്തു. ഇത് കേട്ടപ്പോൾ അന്തരയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു മകൾക്ക് ഇത്രയും ക്രൂരത കാണിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് അവൾ ആലോചിച്ചു. അതേസമയം അവളുടെ ശ്രദ്ധ ഒരു കാർഡിലേക്ക് പോയി. അതിലെഴുതിയിരുന്നത് മിസ്റ്റർ ഷാഡോ. അത് കണ്ടതോടെ അധികം ചിന്തിക്കാതെ തന്നെ അന്തര ഒരു തീരുമാനമെടുത്തു. അവൾ മിസ്റ്റർ ഷാഡോയുടെ ഡെബിറ്റ് കാർഡ് പേഴ്സിൽ നിന്നെടുത്തു. പേയ്മെന്റ് ചെയ്ത് അങ്കിളിന്റെ സർജറി ഉടൻ തുടങ്ങാൻ നഴ്സിനെ അറിയിച്ചു. ഓപ്പറേഷൻ ഏറെ നേരം നീണ്ടു. പക്ഷേ അന്തര അവിടെ നിന്ന് എവിടേക്കും പോയില്ല. 12 മണിക്ക് രുദ്ര അന്തരയെ കോൾ ചെയ്തു. അന്തര, ഞാൻ ഫാമിലി കോർട്ടിന്റെ പുറത്ത് നിൽക്കാ. നീ എവിടെ എത്തി? എനിക്ക് വരാൻ കഴിയില്ല. അന്തര, നീ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ വന്നിട്ട് വാക്ക് മാറ്റാണോ? ഇല്ല, എനിക്ക് നിന്നിൽ നിന്ന് വേഗം മോചനം വേണം. എന്നാ വാ, എനിക്ക് അധികം സമയമില്ല. എനിക്കും എന്റെ സമയം നിനക്കായിട്ട് കളയാൻ താല്പര്യമില്ല. അങ്കിളിന്റെ ഓപ്പറേഷൻ നടക്കുക, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയാത്തത്. എപ്പോ സ്റ്റേബിൾ ആവുന്നോ അപ്പൊ ഞാൻ നിന്നെ അറിയിക്കാം. ഞാൻ നിനക്ക് പണം തരാത്തത് കൊണ്ടാണ് നീ ഈ ഡ്രാമയൊക്കെ കളിക്കുന്നത് അല്ലേ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒരിക്കലുമല്ല. നിന്റെ നശിച്ച പണം നിന്റെ ഗേൾഫ്രണ്ട് ഗായത്രിക്ക് മാത്രമാ ചേരുന്നത്. എനിക്കതൊന്നും വേണ്ട. ഇത് പറഞ്ഞ് അന്തര ഫോൺ കട്ട് ചെയ്തു. മാത്രമല്ല, ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു. അങ്കിളിന്റെ ഓപ്പറേഷൻ വൈകുന്നേരം വരെ നീണ്ടു. നിരവധി മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ആ നല്ല വാർത്ത പറഞ്ഞു. അന്തര ഹൃദയപൂർവ്വം ഡോക്ടറിനോട് നന്ദി പറഞ്ഞു. അതിനുശേഷം മുകുന്ദിനെ വാർഡിലേക്ക് മാറ്റി. അങ്കിൾ, ബോധം വന്നതും അവൻ മുന്നിൽ അന്തരയെ കണ്ടു. മോളെ, ഗായത്രി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഒരിക്കലെങ്കിലും പറയേ. ഇങ്ങനെ വലിയൊരു തെറ്റ് നീ എങ്ങനെ ചെയ്തു മോളെ? അങ്കിൾ, നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾ സ്ട്രെസ് എടുക്കല്ലേ? ഇതിനെക്കുറിച്ച് രുദ്രയ്ക്ക് അറിയോ? എനിക്കറിയില്ല. ഇനി മുതൽ നീ ശ്രദ്ധയോടെ ഇരിക്കണം മോളെ. ദൈവം രക്ഷിക്കട്ടെ, ഇങ്ങനെ ഒരു തെറ്റ് വീണ്ടും സംഭവിക്കരുത്. ഇതുകൊണ്ട് നിന്റെ വിവാഹം തകർന്നു പോകും. ഞാൻ മരിച്ചു പോകുമ്പോ നിന്റെ അമ്മയോട് ഞാൻ എന്താ പറയാ? മുകുന്ദ് സംസാരിച്ച് തീർന്ന ഉടനെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. അന്തര ആ ദിശയിലേക്ക് നോക്കിയപ്പോൾ അവൾ പൂർണ്ണമായും ഞെട്ടിപ്പോയി. അവിടെ രുദ്ര നിൽക്കുകയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് അങ്കിൾ? കൂടെ ഗായത്രിയും. അയ്യോ രുദ്രമോനെ, വാ വാ, ഇരിക്കേ. അന്തരമോളെ, രുദ്ര എത്ര ബിസിയുള്ള ആളാ. ഓപ്പറേഷന്റെ കാര്യം അവനോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അവന്റെ ജോലി വെറുതെ ഡിസ്റ്റർബ് ആയില്ലേ? അങ്കിൾ, അന്തര എന്നെ വിളിച്ചില്ല. ഞാനിവിടെ വന്നത് ഗായത്രിക്ക് വേണ്ടിയാ. ഗായത്രിക്കോ? എന്തിന്? അപ്പ, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കാനും കൂടെ മറ്റൊരു കാര്യം പറയാനോ ഞങ്ങൾ വന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിൽ സംഭവിച്ചതെല്ലാം ഗായത്രി മുകുന്ദിനോട് പറഞ്ഞാൽ അയാൾക്കത് താങ്ങാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ അന്തര എന്തു ചെയ്യും? അവൾക്ക് ഗായത്രിയെ തടയാൻ കഴിയുമോ? അല്ലെങ്കിൽ തന്റെ മാതാപിതാക്കളെ പോലെ തന്നെ അങ്കിളിനെയും അവൾക്ക് നഷ്ടപ്പെടുമോ? ആക്ച്വലി പപ്പ, രുദ്ര ഇനി എന്റെ ബ്രദറിൻലോ മാത്രമല്ല, അവൻ അവളുടെ ബോസ് കൂടിയാ.
ഗായത്രി ഇപ്പോ രുദ്രയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവൻ അവളുടെ വർക്കിന് ഇപ്പോഴും പ്രൈസ് ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല കാര്യാ. ഗായത്രിയുടെ പഠനത്തിനായിട്ട് ഞങ്ങൾ സഹിച്ച കഷ്ടങ്ങള് ഇപ്പൊ ഫലം കാണുന്നുണ്ട്. ഇപ്പോ അന്തര ഗായത്രിയെ തടഞ്ഞെങ്കിലും എപ്പോഴാണ് അവൾ എന്തെങ്കിലും പറയുക എന്ന് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾ എന്താ നിൽക്കുന്നത്? ഇരിക്കൂ. നിങ്ങളുടെ ഹെൽത്ത് നോക്കാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പോ നിങ്ങൾക്ക് ഭേദമായിട്ട് തോന്നുന്നുണ്ട്. ആക്ച്വലി ഓഫീസിലേക്ക് ലേറ്റ് ആവുന്നുണ്ട്. ഞങ്ങൾ പോട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജോലി നോക്ക്. എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. അങ്കിൾ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഗായത്രി വിളിക്കാം. രുദ്രയുടെ ഈ പെരുമാറ്റം കണ്ടപ്പോൾ മുകുന്ദിന് എപ്പോഴും തോന്നിയിരുന്നത് അന്തര വളരെ ഭാഗ്യവതിയാണ് എന്നായിരുന്നു. ഇത്ര ബിസി ആയിരിക്കുമ്പോഴും ഇന്ന് അവൻ വന്നത് മൂലം മുകുന്ദിന് അവനോടുള്ള ബഹുമാനം കൂടി. രുദ്രമോനെ. യെസ് അങ്കിൾ. ഗായത്രി നിന്നോടൊപ്പം ജോലി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവള് നിന്റെ സിസ്റ്റർ ഇൻ ലോയെ ആയാലും ആ ബന്ധം കാരണം അവളുടെ ഒരു തെറ്റും നീ അവഗണിക്കരുത്. അതിന്റെ ആവശ്യമില്ല. ഗായത്രി വളരെ നന്നായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. രുദ്രമോനെ, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. പറയാങ്കിൾ. മകനെ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും കോൾ വരാം. അതുകൊണ്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഇരുവരുടെയും കുഞ്ഞുങ്ങളെ കൂടി എനിക്ക് കാണണം. മുകുന്ദിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അന്തര തല കുനിച്ചു. തനിക്കൊരിക്കലും അമ്മയാകാൻ കഴിയില്ല എന്ന് അവൾ അങ്കിളിനോട് എങ്ങനെ പറയും? പപ്പ, നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷേ ഈ അന്തരയ്ക്ക് ഒരിക്കലും അയ്യോ, ഞാൻ മറന്നുപോയി. നേഴ്സ് അങ്കിളുടെ മെഡിസിൻസിന് ഈ പ്രിസ്ക്രിപ്ഷൻ തന്നിരുന്നു. ഇത് മേഴ്സി ഫാർമസിയിൽ നിന്ന് വാങ്ങി തരുമോ? പ്ലീസ് കൊണ്ടുവരുമോ? എനിക്ക് രുദ്രയോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ചേച്ചി, ഇങ്ങനെ പ്രൈവറ്റായിട്ട് പറയേണ്ട എന്ത് കാര്യമാ? എല്ലാവരും ഫാമിലി തന്നെയല്ലേ. ഇവിടെ ഒളിപ്പിക്കാൻ എന്താ? അല്ല രുദ്ര, അബ്രോഡ് പഠിച്ചതുകൊണ്ട് നിനക്ക് വെസ്റ്റേൺ കൾച്ചറൊക്കെ വന്നു എന്ന് തോന്നുന്നു. ബ്രദർ ഇൻ ലോയെ പേര് പറഞ്ഞ് വിളിക്കുകയാണോ നീ? ഗായത്രി, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വകാര്യ കാര്യങ്ങളിൽ ആരും ഇടപെടാൻ പാടില്ല. നീ ഇപ്പൊ പോയി മെഡിസിൻസ് വാങ്ങി വരൂ. എനിക്ക് നിന്നോട് സംസാരിക്കണം. പുറത്തേക്ക് വരാമോ? ഇന്നാണ് അങ്കിളുടെ സർജറി കഴിഞ്ഞത്. അങ്കിളുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കൽ ആണെന്ന് നീ കണ്ടല്ലോ. ഡോക്ടർ പറഞ്ഞത് ഒരു തരം സ്ട്രെസ് പോലെ എടുക്കരുതെന്നാ. ഇല്ലെങ്കിൽ അങ്കിളുടെ സ്ഥിതി കൂടുതൽ മോശമാകും. ഈ തവണ രക്ഷിക്കാനും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യം അങ്കിൾ അറിയാൻ പാടില്ല. ആ ഷോക്ക് അദ്ദേഹത്തിന് സഹിക്കില്ല. പ്ലീസ് ഒന്നും പറയരുത്. ആദ്യം ഭാര്യയെ പോലെ എന്നോട് ഓർഡർ ഇടുന്നത് നിർത്ത്. നമ്മൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ലെങ്കിലും മനസ്സിൽ നമ്മൾ ഇതിനകം വേർപിരിഞ്ഞവർ തന്നെയാ. 4 വർഷം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴും നീ ഒരിക്കലും എനിക്ക് എന്തെങ്കിലും പറയാനുള്ള അവകാശം തന്നില്ല. ഇപ്പോ നമ്മൾ വേർപിരിഞ്ഞപ്പോ ഞാൻ എന്ത് ഓർഡർ നൽകാനാ രുദ്ര? ഈ 4 വർഷത്തെ വിവാഹ ജീവിതത്തിൽ ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. അങ്കിൾ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പറയുന്നത് കേട്ടാ നീ തോറ്റു, ഞാൻ ജയിക്കും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇത് ജയപരാജയത്തിന്റെ കാര്യമല്ല രുദ്ര, ഇതൊരു ജീവന്റെ കാര്യമാണ്. അതെന്റെ അങ്കിളാണ്. പക്ഷെ ഗായത്രിയുടെ അച്ഛനുമാ. എനിക്ക് വേണ്ടിയല്ലെങ്കിലും കുറഞ്ഞത് ഗായത്രിക്കായിട്ട് ഇത്രയെങ്കിലും ചെയ്യൂ. ശരി, ഞാൻ ഗായത്രിയോട് സംസാരിക്കും. ഇനി സംസാരിച്ചു കഴിഞ്ഞോ? ഞാൻ പൊക്കോട്ടെ, എനിക്ക് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അന്തര തന്റെ അങ്കിളിന്റെ വാർഡിലേക്ക് പെട്ടെന്ന് പോകാൻ നോക്കി. ഗായത്രി അവിടെ ആദ്യം എത്തി എല്ലാം പറഞ്ഞു പോകുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. നിന്റെ കഴുത്തിലുള്ള ആ മാർക്ക് എന്താ? അതെന്ത് തരത്തിലുള്ള അടയാളമാണെന്ന് മനസ്സിലാക്കാൻ രുദ്രയ്ക്ക് അധിക സമയം എടുത്തില്ല. അതൊരു ആക്സിഡന്റ് ആയിരുന്നു രുദ്ര. എനിക്ക് നിന്നെ ഒന്നും വിശദീകരിക്കേണ്ട ബാധ്യതയില്ല. അങ്കിളിന് ഭേദമായ നമുക്ക് ഡിവോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നീ എന്റെ മുഖം കാണേണ്ടതില്ല. എനിക്ക് നിന്നെ കാണണ്ട. ഇനി എന്നോട് ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമില്ല. നീ ഒരു കാര്യം മറക്കുക, ഞാൻ ഇപ്പോഴും നിന്റെ ഭർത്താവാണ്. ഡിവോഴ്സ് ആയിട്ടില്ല. പറയ്, അവനാരല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. എനിക്ക് ഭർത്താവൊന്നുമില്ല.
ഇൻഫാക്ട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അന്തര തന്റെ അങ്കിളിന്റെ വാർഡിലേക്ക് നടന്നു. ഗായത്രി അദ്ദേഹത്തോടെല്ലാം പറഞ്ഞു പോകുമോ എന്ന ഭയമാണ് അവൾക്കുണ്ടായിരുന്നത്. അങ്കിൾ, ഗായത്രി മെഡിസിൻ കൊണ്ടുവന്നില്ലേ? ഇല്ല. എന്തുപറ്റി? രുദ്ര തിരിച്ചു വന്നില്ലേ? രുദ്രയ്ക്ക് ഒരു കോള് വന്നതുകൊണ്ട് പോവേണ്ടി വന്നു. പക്ഷെ നാളെ തീർച്ചയായും നിങ്ങളെ കാണാൻ വരുമെന്ന് അവൻ പറഞ്ഞു. ഇത്തരം ഒരു മനസ്സുള്ള ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമോളെ. ഞാൻ പോയി മെഡിസിൻ വാങ്ങിയിട്ട് വരാം. ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തു. ഹാവ് എ ലുക്ക്. ഫാർമസിയിൽ മെഡിസിൻസിന്റെ പ്രൈസ് കണ്ടപ്പോൾ ഗായത്രി അത് വാങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് അന്തരയ്ക്ക് മനസ്സിലായി. ഒരാഴ്ചയ്ക്ക് വേണ്ട മെഡിസിൻസിന്റെ ബില്ല് മാത്രം 24,000 രൂപയായിരുന്നു. അങ്കിൾ, മെഡിസിൻ കൊണ്ടുവന്നു. ഞാനിവിടെ വെക്കുന്നുണ്ട്. എനിക്കിപ്പോ പോണം. പക്ഷെ നാളെ രാവിലെ തന്നെ ഞാൻ വരാം. അന്തര ഹോട്ടൽ ഓഷ്യൻ സ്റ്റാറിൽ എത്തിയപ്പോൾ സമയം 9:10 ബാക്കിയായിരുന്നു. മിസ്റ്റർ ഷാഡോ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവൾക്കുണ്ടായിരുന്നു. അതോടൊപ്പം ചെറിയൊരു ഭയവും. റൂം നമ്പർ 607 മുന്നിൽ അവൾ നിർത്തി. ഒരു ദീർഘശ്വാസമെടുത്ത് അവൾ ഡോർ തുറക്കാൻ ശ്രമിച്ചു. അവളുടെ കൈ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ ഡോർ തുറന്ന് അകത്ത് കയറി. ഹലോ അന്തര. മങ്ങിയ വെളിച്ചത്തിൽ വിൻഡോയുടെ സമീപം നിൽക്കുന്ന ഒരു മനുഷ്യന്റെ നിഴൽ അന്തരയ്ക്ക് കാണാനായി. അന്തരയ്ക്ക് മിസ്റ്റർ ഷാഡോ ആരാണെന്ന് കണ്ടെത്താനാകുമോ? യഥാർത്ഥത്തിൽ അങ്ങനെയൊരാളുണ്ടോ? അവന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അവൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അകത്തേക്ക് വരൂ. അന്തര പതുക്കെ മിസ്റ്റർ ഷാഡോയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ ഹൃദയം ശക്തമായി ഇടിക്കുകയായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ ആരാണെന്ന് അവൾക്ക് പോലും അറിവില്ലായിരുന്നു. മിസ്റ്റർ ഷാഡോ, ഒരു ഡ്രിങ്ക് എടുക്കാമോ? ഈ വൈൻ ഞാൻ നിനക്കായി പ്രത്യേകമായി ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നതാ. ഞാൻ കുടിക്കാറില്ല. ഞാൻ വളരെ സിമ്പിളായ ആളാ. ഇന്നലെ സംഭവിച്ചത് നിങ്ങളെ ഒഫൻഡ് ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് തരാൻ തയ്യാറാ. ശരി. അപ്പോ എന്റെ കോപത്തിന് നീ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും മിസ്റ്റർ അന്തര ആഹൂജ? നിങ്ങൾക്ക് എന്റെ ഫുൾ നെയിം അറിയാമോ? ഞാൻ പറഞ്ഞില്ലേ, നിന്നെക്കുറിച്ച് നിന്നേക്കാൾ എനിക്കറിയാം. ഈ മനുഷ്യനിൽ എന്തോ വ്യത്യസ്തമായ ഒരു ശക്തിയുണ്ടെന്ന് അന്തരയ്ക്ക് തോന്നി. താനൊരു വിവാഹിതയായ സ്ത്രീയാണ്. ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭർത്താവും അമ്മായിയമ്മയും അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയത്. എന്നാലും മിസ്റ്റർ ഷാഡോ എന്തിനാണ് അവൾക്ക് വേണ്ടി ഇത്രയും പണം ചിലവഴിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഞാൻ ആരാണ്? എന്താണ് ചെയ്യുന്നത്? ആരെ തിരഞ്ഞെടുക്കുന്നു? ഇതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതിന് ഞാൻ നിനക്ക് എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ല. ഐ ആം സോറി മിസ്റ്റർ ഷാഡോ. അപ്പോ ഇനി എന്തിനാ നമ്മൾ കാത്തിരിക്കുന്നത്? ഇപ്പൊ തന്നെ നമ്മുടെ ലവ് സ്റ്റോറി തുടങ്ങാലോ. ഞാൻ ഇപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല. അതിനെന്താ പ്രശ്നം? ആദ്യം ഡിവോഴ്സ് കംപ്ലീറ്റ് ആകണം. അതുവരെ നീ ഇപ്പോഴും ആ വിശ്വാസമില്ലാത്ത ഭർത്താവിന്റെ ലോയൽ ഭാര്യ തന്നെ.
അവൻ നിന്നെ നിന്റെ കസിനൊപ്പം വഞ്ചിച്ചു. പിന്നെ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ നീ എന്റേതാണ് അന്തര. അന്തരയ്ക്ക് മിസ്റ്റർ ഷാഡോയുടെ ആകർഷണം പൂർണ്ണമായും അനുഭവപ്പെട്ടു. അവന്റെ ശ്വാസം പോലും വേഗത്തിലാകുന്നതായി അവൾക്ക് തോന്നി. കുറഞ്ഞത് നീ ആരാണെന്നെങ്കിലും പറയൂ. ശരിയായ സമയം വന്നാ ഞാനെല്ലാം പറയും അന്തര. നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് മറ്റാരെങ്കിലും ഈ അവസരം ഉപയോഗിച്ച് നിന്റെ സ്ഥാനത്ത് വരാൻ പോലും സാധ്യതയുണ്ട്. ആർക്കും നിന്നെ തൊടാൻ പോലും കഴിയില്ല. നീ ശാന്തമായി ഉറങ്ങ. മറ്റൊരു രാത്രിയും ഇങ്ങനെ കടന്നുപോയി. രാവിലെ അന്തരയുണർന്നപ്പോൾ മിസ്റ്റർ ഷാഡോ റൂമിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളെല്ലാം അവൾക്ക് ഓർമ്മ വന്നു. ഇതൊക്കെ ഒരു സ്വപ്നായിരുന്നെങ്കിൽ മതിയായിരുന്നു. അപ്പോഴേക്കും തൻവി അകത്തേക്ക് വന്നു. ഈ കാലത്ത് 2025 ആരാ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുന്നത്? എന്റെ അച്ഛൻ പോലും വാട്സാപ്പാ ഉപയോഗിക്കുന്നത്. ശരി, അതൊക്കെ വിട്. അവൻ കാണാൻ എങ്ങനെയാന്ന് പറ. എനിക്കറിയില്ല, ഇരുട്ടായിരുന്നു, ശരിയായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഹൈറ്റും ഫിസിക്കും എങ്കിലും മനസ്സിലായില്ലേ നിനക്ക്? ഇത് കേട്ടപ്പോൾ അന്തരയ്ക്ക് മിസ്റ്റർ ഷാഡോയുടെ ശക്തമായ കൈകളും വിശാലമായ നെഞ്ചും ഓർമ്മ വന്നു. ഹൈറ്റ് ഉണ്ട്, പിന്നെ അയാള് ഓർമ്മിച്ചപ്പോ തന്നെ നിന്റെ കവിളുകൾ ചോന്നതെന്താ? എന്തോ ഉണ്ടല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തായാലും അവൻ ആരായാലും അതെന്തെങ്കിലും ആവട്ടെ, അവനൊരു വലിയ റിച്ച് ആളാ. അതായത് ഒരു കാര്യമില്ലാതെ അയാൾ നിനക്ക് 10 ലക്ഷമാ തന്നത്. എനിക്ക് തോന്നുന്നത് അവന് നിന്നെ ഇഷ്ടമായിരിക്കും. ഞാൻ വിവാഹിതയാണ്. ശരി, രുദ്ര നിന്നോട് ചോദിച്ചിട്ടാണോ ഗായത്രിയുമായിട്ട് അഫെയർ തുടങ്ങിയത്? നീ മിസ്റ്റർ ഷാഡോയോടൊപ്പം തുടരണോ വേണ്ടയോ എന്നത് നിന്റെ തീരുമാനം തന്നെയാ. പക്ഷെ എന്റെ അഭിപ്രായത്തില് നീ വേഗം രുദ്രയെ ഡിവോഴ്സ് ചെയ്യണം. അങ്ങനെ അവന്റെ മുഖം പോലെ ഇനി കാണേണ്ടി വരില്ല. തൻവി പറഞ്ഞത് ശരിയായിരുന്നു. അന്തര ഇതിനകം അഹുജ ഫാമിലിക്കും ഗായത്രിക്കും വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ രുദ്രയെ വേഗം ഡിവോഴ്സ് ചെയ്യണം. ഇല്ല, അത് നടക്കില്ല. എന്തുകൊണ്ട്? അത്രയും ലക്ഷങ്ങൾ ഒരു പരിചയമില്ലാത്ത ആളിനിങ്ങനെ കൊടുക്കാൻ ആരാ തയ്യാറാവുക? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ വിവാഹിതയാണ്. എനിക്ക് കുട്ടിയെ ജനിപ്പിക്കാനും കഴിയില്ല. എന്നിട്ടും അവൻ എനിക്കായിട്ട് ഇത്രയും ചെയ്യുന്നത് എന്തിനാ? മിസ്റ്റർ ഷാഡോ ആരാണ്? എന്തുകൊണ്ട് അവൻ തന്റെ മുഖം അവളെ കാണിക്കുന്നില്ല? ഈ മനുഷ്യന്റെ രഹസ്യം എന്താണ്? അവൻ യഥാർത്ഥത്തിൽ അന്തരയെ സഹായിക്കാനാണോ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കുതന്ത്രമാണോ? ഈ കഥയുടെ ബാക്കി അറിയാൻ അടുത്ത എപ്പിസോഡ് കാണൂ. പോക്കറ്റ് FM-ൽ മാത്രം. ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.